മനുഷ്യന് ഇഹലോകത്ത് ലഭിച്ച സമ്പത്തുകളിൽ ഏറ്റവും അമൂല്യമായ ഒന്നായി അവൻ കണക്കാക്കുന്നത് സമയത്തെയാണ്. എത്ര കൂകി വിളിച്ചാലും അവനെ കാത്തു നിൽക്കാതെ മുന്നോട്ട് മാത്രം പോകുന്ന ഒന്നാണ് സമയമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇഹലോകത്ത് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അതിൻ്റെ കൃത്യമായ സമയം വന്നതിന് മുൻപ് ചെയ്തു തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുസ്ലിങ്ങൾ. ഈ ലോകത്തെ സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി വരാനുള്ളത് പരലോകമാണ്. റബ്ബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി റബ്ബ് പറയുന്നത് റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അവസരമില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ മുഅ്മിനൂനിൽ 99-100 വചനങ്ങളിൽ മരണസമയത്തുള്ള ചില മനുഷ്യന്മാരുടെ സംസാരം റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അവർ റബ്ബിനോട് ചോദിക്കുന്നതാണ് വെപ്രാളത്തോടു കൂടി, റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ? അങ്ങനെയെങ്ങാനും മടക്കി തന്നാൽ ഞങ്ങൾ സൽക്കർമ്മങ്ങളിൽ വീണ്ടും വ്യാപൃതരാവുകയും നിന്നെ കൂടുതൽ ആരാധിക്കുകയും ചെയ്യാമെന്ന്. എന്നാൽ റബ്ബ് അവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്, കല്ല, ഇല്ല കേട്ടോ, ഒരിക്കലുമില്ല. നിങ്ങളോട് അതൊരു വെറും വാക്ക് മാത്രമാണ്, അത് നടക്കില്ല, സംഭവിക്കില്ല എന്ന് റബ്ബ് തീർത്ത് പറയുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ മരണത്തിന് സമയത്ത് നമ്മുടെ റൂഹ് ഇത്തരത്തിൽ മലക്കുൽ മൗത്ത് പിടിക്കാൻ വരുന്ന സമയത്ത് റബ്ബിനോട് വീണ്ടും സമയം വേണമെന്ന് കെഞ്ചുകയാണെങ്കിൽ, റബ്ബിനോട് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ റബ്ബ് ഒരിക്കലും അത് അനുവദിക്കുകയുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ റബ്ബ് കൽപ്പിച്ച അർത്ഥത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ആ ഒരു നിശ്ചിത സമയം എന്നാണ് നമുക്ക് അറിയാത്തത് കൊണ്ട് അത് വന്നെത്തുന്നതിന് മുൻപ് റബ്ബ് നമ്മളെ ഇഹലോകത്തിൻ്റെ ഉത്തരവാദിത്തം കേൾപ്പിച്ച ആരാധന എന്നുള്ളത് കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും സന്തോഷത്തോടു കൂടി റബ്ബിലേക്ക് മടങ്ങുവാനും നമ്മൾ ഓരോരുത്തരും കൃത്യമായി പരിശ്രമിക്കേണ്ടതുണ്ട്.